പാലക്കാട്ടേക്ക് പോവുകയാണ്. പാലക്കാട് CPI-യിൽ നിയമനക്കോഴ വിവാദം ഉണ്ടായിരിക്കുന്നു. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗ നിയമനത്തെ ചൊല്ലിയാണ് പാർട്ടിയിൽ പൊട്ടിത്തെറി. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള യോഗ്യതയുള്ള ആളെ തടഞ്ഞ് പാർട്ടി ബന്ധമില്ലാത്തയാളെ പരിഗണിക്കാൻ നീക്കം നടന്നെന്നാണ് പരാതി. കുറുമ്പ സംഘം സെക്രട്ടറി സിന്ധു CPI സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകി. ഷോളയൂരിൽ നിന്നുള്ള വനിതയിൽ നിന്ന് പണം വാങ്ങി നിയമനം നടത്താൻ ശ്രമം നടത്തുന്നുവെന്നും പരാതിയിൽ പറയുന്നു. കോഴ നിയമനത്തിനെതിരെ പ്രതികരിച്ച മണ്ഡലം കമ്മിറ്റി അംഗത്തെ പാർട്ടി ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇക്ബാൽ അറക്കലുണ്ട് വിവരങ്ങളുമായി. ഇക്ബാൽ, കോഴിക്കോട്ടെ CPIM-ൽ PSC കോഴ ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട്ടെ CPIM-ൽ നിയമന കോഴ വിവാദമാണ്. അതും സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗ നിയമനത്തെ ചൊല്ലിയാണ് വിവാദം. എന്തൊക്കെയാണ് വിവരങ്ങൾ? പിന്നിൽ ഈ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗത്വവുമായി ബന്ധപ്പെട്ടുള്ള നിയമനങ്ങളും അത് ഒരു പൊളിറ്റിക്കൽ നിയമനങ്ങളാണ് നടക്കാറുള്ളത്. ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പാലക്കാട്ടെ CPI-യിൽ വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഈ കമ്മീഷനിലെ ഒരു അംഗം അത് SC/ST വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം എന്ന രീതിയിലൊരു നിബന്ധനയുണ്ട്. സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ വയനാട് നിന്നുള്ള CPI ബന്ധമുള്ള ഒരാളെ ആയിരുന്നു ഈ ഒരു സ്ഥാനത്തേക്ക് ചുമതലപ്പെടുത്തി അല്ലെങ്കിൽ നിയമിച്ചിരുന്നത്. ഇത്തവണ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു അംഗത്തെ ഈ സ്ഥാനത്തേക്ക് എത്തിക്കാനായിരുന്നു CPI-യുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ നിന്ന് CPI-യുടെ ഒരുപാട് അംഗങ്ങൾ അപേക്ഷ നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ പാലക്കാട് CPI ജില്ലാ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ പാർട്ടി ബന്ധം ഇല്ലാത്ത ഒരാളിൽ നിന്ന്, ഷോളയൂർ സ്വദേശിയായ ഒരു വനിതയിൽ നിന്ന് പണം വാങ്ങി, കോഴ വാങ്ങി ഈ സ്ഥാനത്തേക്ക് നിയമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. കുടുംബ സംഘം സെക്രട്ടറിയായ സിന്ധു ആണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി CPI-യിലും നിയമനക്കോഴ വിവാദം ഉണ്ടായിരിക്കുന്നു. സിന്ധു എന്ന വനിതയാണ് ഇപ്പോൾ പാർട്ടിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ആഭ്യന്തര കലാപവും പാലക്കാട് CPI-യിൽ ആരംഭിച്ചിരിക്കുകയാണ്.